ഞാനേ മൊത്തത്തിലൊന്ന് ചെക്കപ്പ് എടുത്ത് അയച്ചാണ്. അതെ, ഫുൾ ബോഡി ചെക്കപ്പ്. ഫുൾ ബോഡി. നിങ്ങൾക്ക് എന്തിനാ ഫുൾ ബോഡി ചെക്കപ്പ്? മാഷാ അല്ലാഹ്, 15 പറ്റുന്ന ആരും പറയില്ല. എന്നാലും ഇടയ്ക്കൊരു ചെക്കപ്പ് ഒക്കെ നടത്തണ്ടേ ഡോക്ടറെ? ശരിയല്ലേ. ഞാൻ നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോ ഇങ്ങനെ വിചാരിക്കും, 15 പ്രസവിച്ചിട്ട് ഇത്ര ആരോഗ്യത്തോടെ ഇപ്പോഴും എല്ലാരും കാര്യങ്ങളും, മക്കളതും പേരക്കുട്ടികളതും എല്ലാരും കാര്യങ്ങൾക്കും നിങ്ങൾ മുൻപന്തി തന്നെയാണല്ലോ. മാഷാ അല്ലാഹ് കേട്ടോ. അതിന് 15 പേരാന്നൊക്കെ പറഞ്ഞാല് പണ്ട് കല്യാണം കഴിച്ചാട്ട് കൊണ്ടുപോയെന്നെ, പിന്നെ തന്നെയല്ലേ വെറുതെ. ഞാൻ 15-മത്തേനല്ലേ നിങ്ങളെടുത്ത് വന്നേ? 15 പ്രസവം ഞാനല്ലേ എടുത്തത്. ബാക്കി 14 ദിവസത്തി തന്നെ. അതെ, പ്രസവം, മുലയൂട്ടല്, പിന്നെ അടുത്ത പ്രസവം ഇങ്ങനെ അങ്ങ് നീണ്ടു പോവല്ലേ, ഒരു ഗ്യാപ്പില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പില്ലാതെ പ്രസവിക്കുമ്പോ കുട്ടികളൊക്കെ ആരാ നോക്കല്? അതിന് ഫസ്റ്റത്തേലൊക്കെ നാത്തു നോക്കും. പിന്നെ അങ്ങനെ മക്കളുണ്ടല്ലോ, വലിയ മക്കളുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ മാതിരി പെറ്റി കിടക്കലോ അങ്ങനൊന്നും ഇല്ല. പള്ളയുണ്ടാണെ തന്നെ അറിയില്ല. ചിലപ്പോ വേദന നൽകുന്ന സമയത്തൊക്കെ ആയിരിക്കും പള്ളുള്ള നമുക്ക് അറിയാം. വേദന വരുന്ന സമയത്ത് ഒസാത്തി വരും, വെള്ളം എടുക്കും. ചിലപ്പോ അങ്ങനെ നെല്ലുത്തുമ്പോ, പണ്ട് ഇന്നത്തെ മാതിരി ഒന്നും അല്ലല്ലോ. പാടത്ത് പോയി കൊയ്ത് ഉണ്ടാക്കി പിന്നെ കുത്തിയിട്ട് വേണം മക്കൾക്ക് കഞ്ഞി ചോറ് വെച്ച് കൊടുക്കാന്. ആ സമയത്തൊക്കെ ഇത് വേദന വരില്ലേ, പ്രസവത്തിന്റെ വേദന വരില്ലേ, അങ്ങനെ. അല്ലെങ്കിൽ നെല്ല് വീങ്ങണ സമയത്ത് അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ മാതിരി കഴിക്കലും ഇല്ല കേട്ടോ. പണ്ട് 40 ദിവസം കാത്തുക്കൂല, 28 40 പിന്നെ തുടങ്ങും പണി. എന്ത് പണി? കുട്ടികളെ നോക്കലും വെച്ചുണ്ടാക്കലും ആ പണിയൊക്കെ. 15 കഥകൾ പറയുന്നുണ്ടല്ലോ, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെയോ, ഇത് അവനാന്റെ കുട്ടികള് പുതിയാപ്പള ആ ഒരു സോല പണ്ടുണ്ടായിനി. നമ്മളെ പാടത്തും പറമ്പുള്ള കേങ്ങും മധുരങ്ങ് പൂളേങ്ങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തിന്നും. കഞ്ഞിവെള്ളം നമ്മൾ കുടിച്ചാൻ കിട്ടൂല, എല്ലാവർക്കും കൂടി ഒരിച്ചു ഉള്ളത് കുടിച്ച് നമ്മൾ വേഗം കടന്നുറങ്ങും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, ക്ഷീണിച്ച് കിടന്നുറങ്ങും. നല്ല സുഖത്തിൽ, വേറെ ഒന്നും ചിന്തിക്കാനില്ല നമുക്ക്. പിന്നെ നേരം പോലത്തെ മക്ക ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ചിന്തല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പുതിയാപ്പിളിയും പെണ്ണുങ്ങളും റൂമിന്റെ ഉള്ളിൽ കടന്ന് അപ്പുറത്തും തിരിഞ്ഞെടുക്കുക, തോണ്ടുക. എന്ത് തോണ്ട? മൊബൈലില് തോണ്ടുക. പണ്ട് തോണ്ടാനൊന്നും ഇല്ലല്ലോ, അങ്ങനെ വെറുക. അല്ല ഡോക്ടർ, പണ്ടത്തെ ഞാൻ കൊറേ പറഞ്ഞു തന്നല്ലോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാത്തെത്താ ഡോക്ടറെ. മാസക്കുളി ആണെങ്കിൽ എപ്പോഴെങ്കിലും 6 മാസത്തിൽ ഒരിക്കല് അങ്ങനെയൊക്കെ പെൺകുട്ടിയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പള്ളിൻ്റെ ആണെങ്കിൽ എത്രങ്ങാനും ഗുളിക മരുന്നും കുടിച്ചണം. പണ്ടത്തെ അതിരി വേണ്ടാണ് പരിപാടി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്താ അങ്ങനെ ആയിപ്പോയി? അതാണ് ഞാൻ പറയാൻ പോകുന്നത്.